വരുന്നേ. അത് മാമ കുറച്ച് അളമ്പൊക്കെ കൊണ്ടുവന്നിടാം. കൊറേ ഉണ്ടല്ലോ അമ്മ. രണ്ട് വീട്ടിൻ്റെ അളമ്പൊക്കെ തന്നെ കേട്ടോ. വീട്ടാ അളമ്പക്ക. നമുക്കിത് കഴുകിയിട്ട് വൃത്തിയാക്കാം. അപ്പൊ ഇന്ന് ഉച്ചക്ക് അളമ്പൊക്കെ ഫ്രൈയും പച്ച വാങ്ങിയിട്ട് അളമ്പക്ക കറി. കഴുകിയിട്ട് കഴുകിയിട്ട് നല്ല രസമുണ്ട്. ഇങ്ങനെ ഇടാണ്ട് കേട്ടാ. ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെക്കണം. തിളച്ച് വരുമ്പോൾ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇളമ്പക്ക കറി വെക്കുമ്പം നമ്മൾ ഈ വെള്ളം കൂടിയും കൂട്ടിയിട്ടാണ് കറി വെക്കുക. എന്നാലേ ആ കറിക്ക് ആ ഇളമ്പക്കയുടെ ടേസ്റ്റ് കിട്ടും. ഇളമ്പക്ക വേവിച്ച് ഈ വെള്ളം നമുക്ക് സൈഡായിട്ട് ചോറിൻ്റെ ഒപ്പം ഇങ്ങനെ കോളി കുടിക്കാൻ വേണ്ടി കൂട്ടാം. അങ്ങനെ എല്ലാ ഇളമ്പക്കയുടെയും തോട് തുറന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇളമ്പക്കയുടെ ഈ വെള്ളത്തിൽ കുറച്ച് വറ്റൽമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കടുകും എല്ലാം പൊട്ടിച്ചിട്ടിട്ട് കോളി കുടിക്കാനുണ്ടല്ലോ, വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇളമ്പക്ക നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. ഇനിയാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇത് വൃത്തിയാക്കിയെടുക്കാം. തോട് നീ ഇറച്ചി ഇളക്കി ഇതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. സംഭവം വൃത്തിയാക്കി കഴിയുമ്പോഴേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനെ കൊണ്ട് വേണം കറിയും വറവും എല്ലാം ആക്കാൻ വേണ്ടിയിട്ട്. 2 കെട്ട് ഇളമ്പൊക്കെ ഉണ്ടായിനി, പക്ഷെ വൃത്തിയാകുമ്പോഴേക്ക് നമുക്ക് ഇത്രയേ കിട്ടും. ഇത്ര പോലെ ഇളമ്പൊക്കെ കിട്ടിയിട്ടു. മീനെ കൊണ്ട് 2 തരം ആക്കാൻ പറ്റുമോ എന്നറിയില്ല, എന്നാലും നോക്കാം. അപ്പോൾ നമ്മൾ പച്ച നല്ല പുളിയിലെ ഗോമാങ്ങ ഇട്ടിട്ടാണ് ഇളമ്പൊക്കെ കറി വെക്കാൻ പോകുന്നത്.
ഇനി അടുത്തത് ഇളമ്പക്ക വെള്ളം ആക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഇട്ട് കുറച്ച് പച്ചമാങ്ങയും കൂടി മുറിച്ചിട്ട് ഇളമ്പക്ക വെള്ളം കൂടി ചേർത്ത് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് കൂട്ടി ശീലമില്ലാത്തവർ കൂട്ടാൻ നിൽക്കണ്ട. കാരണം എല്ലാവർക്കും ഇത് വയറ്റിൽ പറ്റണമെന്നില്ല. ചിലപ്പോൾ വയറിളക്കം പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മളൊക്കെ ഇത് ചെറുപ്പം മുതലേ കൂട്ടി ശീലമായതുകൊണ്ട് വലിയ കുഴപ്പമില്ല കൂട്ടുന്നതിന്. പക്ഷേ ഇത് നല്ലൊരു ടേസ്റ്റ് ഐറ്റമാണ്. ഇങ്ങനെ ചോറിൻ്റെ കൂടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സിപ്പ് ചെയ്ത് കുടിക്കുന്നത് നല്ല ടേസ്റ്റാണ്. അമ്മ ചോറ് എടുക്കലായി. ഇളമ്പക്ക കറിയും ഇളമ്പക്ക വറവും ചക്കക്കുരു ഇട്ട ചീര വറവും നല്ല ഉണക്കൽ മാങ്ങി അച്ചാറും കൂട്ടി അപ്പുറത്തെ ഇളമ്പക്കേൻ്റെ വെള്ളവും ഉണ്ട്. ഒരു പിടി നമുക്ക് പിടിക്കാം. അങ്ങനെ നോക്കിയേ, പൊള്ളിയാ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഇല്ലേ? ഇളമ്പക്ക വെള്ളം വെള്ളം സൂപ്പർ. അപ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനെ സഹോദരന്മാരുള്ളവർ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണിത്. തിന്നാനിരിക്കുമ്പോൾ അലേർട്ടായിട്ട് ഇരിക്കുക, ഇല്ലെങ്കിൽ ഇതുപോലെ മാറ്റിക്കൊണ്ടു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.